നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലവർഷം 1200 മീനമാസത്തെ സാമാന്യമായ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാസത്തേക്കുള്ള ഫലം. സൂര്യൻ മീനൻ രാശിയിൽ പ്രവേശിച്ച് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നതുവരെയുള്ള ആ 30 ദിവസത്തെ കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 4 നക്ഷത്രക്കാരുടെ മീനമാസ ഫലം കൂടെ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് സൂര്യൻ മാർച്ച് 14 തീയതി രാത്രിയാണ് മീനൻ രാശിയിലേക്ക് സംക്രമിച്ചത്. മാർച്ച് 29 ആകുമ്പോൾ ശനി മീനൻ രാശിയിലേക്ക് കടക്കും. അങ്ങനെ 2 പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഈ മാസം സംഭവിക്കുന്നുണ്ട്. വ്യാഴം ഇപ്പോൾ ഇടവത്തിലാണ്. ബുധൻ മീനൻ രാശിയിലുണ്ട്. മീനൻ രാശി ബുധൻ്റെ നീചരാശിയാണ്. എന്നാൽ ശുക്രൻ ഉച്ചരാശി സ്ഥിതനായിട്ട് മീനൻ രാശിയിൽ ഉണ്ട്. അത് വളരെ ഗുണകരമാണ്. മിക്ക നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ ആ സ്ഥാനം ഗുണകരമാണ്. ചൊവ്വ മിഥുനത്തിലാണ് സഞ്ചരിക്കുന്നത്. പിന്നെ കേതു കന്നിരാശിയിൽ കൂടെ പുറകോട്ട് സഞ്ചരിക്കുന്നു. മെയ് മാസം ആകുമ്പോഴത്തേക്കും ചിങ്ങൻ രാശിയിലേക്ക് കടക്കും. രാഹു മീനൻ രാശിയിൽ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോൾ സൂര്യനോടൊപ്പം യോഗം ചെയ്താണ് നിൽക്കുന്നത്. സൂര്യനും ബുധനും ശുക്രനുമായിട്ട് യോഗം ചെയ്താണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. രാഹുവും പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഹുവും കേതുവും 2 നിഴൽ ഗ്രഹങ്ങളാണ്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻറ്റുകളാണ് രാഹുവും കേതുവും. പക്ഷെ അവയുടെ വലിയ കാന്തിക ശക്തി കൊണ്ട് മനുഷ്യജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതുകൊണ്ടാണ് ഗ്രഹം എന്നുള്ള പേരിൽ അവ അറിയപ്പെടുന്നത്. ഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവയെ നമ്മൾ ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ചന്ദ്രനെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുള്ളത്, ഈ മീനമാസം അമാവാസി കഴിയുമ്പോഴത്തേക്കും പുതിയ ചാന്ദ്രവർഷം ആരംഭിക്കുകയാണ്. അതായത് ശകവർഷത്തിൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ പഴയ ഇന്ത്യൻ കലണ്ടറുകൾ, ഭാരതീയ കലണ്ടറുകളുള്ളത്. അതിൽ വസന്തകാലത്തിൻ്റെ തുടക്കമായിട്ടുള്ള ദിവസം ഈ മീനമാസത്തിലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. ആദ്യം ചതയം നക്ഷത്രക്കാരുടെ ഫലമാണ്. ചതയം കുംഭക്കൂറിലാണ് ഉൾപ്പെടുന്നത്. കുറച്ച് കാലമായിട്ട് സൂര്യനും ശനിയും ഈ കുംഭക്കൂറിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ശനി കുംഭക്കൂറിൽ നിൽക്കുന്നത് അത് മൂലത്രികോണമായതുകൊണ്ടും ശനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടും ഒരു സ്ഥാനമായതുകൊണ്ടും കുംഭക്കൂറിൽപ്പെട്ടവർക്ക് ഏഴരശനി കാലമാണെങ്കിൽ പോലും, ജന്മശനി കാലമാണെങ്കിൽ പോലും ശനിയുടേതായ വലിയ ദോഷങ്ങൾ ഇല്ലാതെ കടന്നു പോവുകയായിരുന്നു. പക്ഷേ സൂര്യനും കൂടെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ച് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സൂര്യൻ ജന്മക്കൂറിലേക്ക് വരുന്നു. മാത്രമല്ല ഈ സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളുമാണ്. അപ്പോൾ ആ ഒരു ദോഷവും അവർക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സൂര്യൻ അടുത്ത രാശിയിലേക്ക് 2ലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് ഗുണകരമാണ്. ധനഭാവത്തിലേക്ക് സൂര്യൻ വന്നിരിക്കുന്നു. അത് ഗുണകരമാണ്. അലച്ചിലുകൾ നന്നായിട്ട് കുറയും. പിന്നെ ശനിയും കൂടെ മാറുമ്പോഴത്തേക്കും ജന്മശനി എന്നുള്ള അവസ്ഥയും മാറും. ശനി സ്വന്തം രാശിനാഥനാണെങ്കിൽ പോലും ജന്മശനി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട്. ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പിന്നെ ഉള്ളത് വാക്കുകൾ പിഴയ്ക്കാനുള്ള ഒരു അവസ്ഥയാണുള്ളത്. കാര്യം സൂര്യൻ, രാഹു, പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ബുധൻ നീചരാശി സ്ഥിതനായിട്ട് നിൽക്കുന്നു. ബുധൻ്റെ നീചരാശിയാണ് മീനൻ രാശി. പാപഗ്രഹങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. രാഹു എന്ന് പറയുന്നത് അല്പം വിഷം കൂടിയ ഒരു എഫക്റ്റാണ് രാഹുവിനുള്ളത്. വിഷം വമിപ്പിക്കുന്ന ഗ്രഹം എന്നാണ് പറയാറുള്ളത്. കുറച്ച് ഗുണങ്ങളൊക്കെ ചെയ്യും, എന്നാലും കൂടുതലും പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. രാഹു 2ൽ നിൽക്കുമ്പം ധനം ഒക്കെ പെട്ടെന്ന് തരുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കടം കൊടുത്തതൊക്കെ തുക തിരിച്ചു കിട്ടുന്നതൊക്കെ രാഹു സഹായിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിഷമങ്ങളും ഉണ്ടാക്കും. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാഹുവിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വാക്കുകൾക്ക് ഉച്ചാരണ പിശക് പോലും ഉണ്ടാകാം. അതായത് ഈ നമ്മൾ അധ്യാപകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ്. പല വാക്കുകൾക്കും പല അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മൾ പ്രയോഗിക്കുന്ന അർത്ഥം തെറ്റാണെങ്കിൽ അതൊരു പരിഹാസത്തിന് കാരണമാകാം.
ബുധനും നീചത്തിലാണല്ലോ. പിന്നെ വ്യാഴം ഇടവക്കൂറിൽ കൂടെ സഞ്ചരിക്കുകയാണ്, അതായത് 4-ലാണ് വ്യാഴം. അപ്പോൾ അതും അത്ര ഗുണകരമല്ല. 4-ാം ഭാവം കുടുംബഭാവമാണെങ്കിലും ഈ വ്യാഴം 4-ൽ സഞ്ചരിക്കുന്ന കാലത്ത് അത്ര ഗുണം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പരിഹാസ്യമായിട്ട് തീരുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് കുറച്ച് ആശ്വാസം അനുഭവപ്പെടും കേട്ടോ. അതൊരു ഗുണകരമായ കാര്യമാണ്. ജോലിയിലും മറ്റുള്ള അലച്ചിലുകളും നന്നായിട്ട് കുറയും. അപ്പോൾ അത് ഗുണകരമായ കാര്യമാണ്. പിന്നെ ജോലി കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ജോലിയിൽ നിന്ന് ധനവും ലഭിക്കുന്നതാണ്. ജോലിയിലൊരു പ്രത്യേകതയുള്ളത്, ജോലി മാറാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇതിലും നല്ലൊരെണ്ണം കിട്ടും എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഈ മാസം ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ ഈ അല്പം ഒന്ന് മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ പോകാനുള്ളൊരു പ്രവണത ഈ മാസം ഉണ്ടായേക്കാം. ഈ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അവരോടൊപ്പം പോകുന്നത് നമ്മുടെ കുടുംബ ബന്ധത്തെയും നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് ചതയ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ഈ ചതയ നക്ഷത്രക്കാർക്ക് ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ അല്പം മുൻകോപികളുമാണ്. മാത്രമല്ല, താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന് പറയുന്ന പോലെ ഇച്ചിരി ശാഠ്യം കൂടിയ ആൾക്കാരാണ് ചതയ നക്ഷത്രക്കാർ. കാര്യം നല്ല ഭാവനയും കഴിവും സാമൂഹ്യ നേതൃത്വമൊക്കെ വഹിക്കാനായിട്ട് കഴിയുന്ന ആളുകളാണ്. പക്ഷേ ശാഠ്യം വളരെ കൂടും, എടുത്തുചാട്ടവും കൂടും. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കൂട്ടുകെട്ടുകളിലും മറ്റുള്ളവർ ഉപദേശിക്കുമെങ്കിലും അതൊന്നും കേൾക്കാനുള്ളൊരു മനസ്സ് ചിലപ്പോൾ ആ സമയത്ത് കാണിച്ചെന്ന് വരികയില്ല. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, പിന്നീടുള്ള അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള ഒരു സാധ്യതയും ഉണ്ട്. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മുറിവേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ സംസാരിക്കുമ്പോഴേ ഒരല്പം നിയന്ത്രണം പാലിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം ഉള്ളിലുണ്ട്, പുറത്ത് പറയുന്നത് മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല. ആൾക്കാർ വെറുക്കും നമ്മളെ. അതുകൊണ്ട് സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തമായ നയം തുറന്നു പറയുക, അവിടുന്ന് മാറുക. അതേ ഉള്ളൂ. ഏതൊരു കാര്യത്തിലാണെങ്കിലും വീട് വിട്ടു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ പ്രശ്നത്തിലേക്ക് പിന്നെ തലയിടാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. സുഹൃത്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ മാസം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിലാണ് കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ ഈ ജോലിയിൽ തൃപ്തി ഉണ്ടാവുകയില്ല, മറ്റൊന്നിലേക്ക് ചാടാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. പ്രണയിക്കുന്നവർക്ക് വളരെ ഗുണകരമല്ല കാലം. അവിടെയും വില്ലനാകുന്നത് വാക്കുകളാണ്. അതായത് ഈ തമാശയ്ക്ക് പറയുന്ന ചില കാര്യങ്ങൾ പരസ്പരം തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. ബുധൻ നീചരാശിയിൽ നിൽക്കുമ്പോൾ പാപഗ്രഹങ്ങളോട് ചേർന്ന് നീചരാശിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ഓർക്കുക. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, അതായത് നേർ വഴി തന്നെ സംസാരിക്കുക. സാധാരണഗതി നമ്മൾ സുഹൃത്തുക്കളൊക്കെ കൂടുമ്പോൾ പല പല തമാശകളൊക്കെ പറയാറുണ്ട്. പ്രണയിക്കുന്ന കാമുകന്മാർ തമ്മിൽ ഒരുപാട് തമാശകളും ഒക്കെ പറയാറുണ്ട്. സാധാരണഗതി നമ്മുടെ മനസ്സ് നല്ല ക്ലിയറായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചിരിച്ച് തള്ളിപ്പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗ്രഹങ്ങൾ മോശം അവസ്ഥയിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചത്. പിന്നെ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മഹാദേവനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മഹാദേവനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ഒരു സമയത്ത് വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ രാഹുപ്രീതികരങ്ങളായ കർമ്മങ്ങളും കൂടെ ചെയ്യണം. മഹാദേവനെ പ്രാർത്ഥിക്കുകയും രാഹുപ്രീതികരങ്ങളായ കർമ്മങ്ങൾ, അതായത് സർപ്പക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പട്ട് സമർപ്പിക്കുക, അർച്ചന ചെയ്യുക, നാരങ്ങാ വിളക്ക് തെളിയിക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ രാഹുവിന് നാരങ്ങാ വിളക്ക് തെളിയിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നാഗക്ഷേത്രത്തിൽ മഞ്ഞൾപ്പൊടി, നൂറും പാലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. സൂര്യദശയോ ശനിദശയോ കേതുർദശയോ ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ദോഷപരിഹാരം അനുഷ്ഠിക്കുന്നത് കൂടുതൽ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ ഈ ചതയ നക്ഷത്രം വരുന്നത് കുംഭക്കൂറിലായതുകൊണ്ട് രാശ്യാധിപൻ ശനിയാണ്. ശനിക്ക് മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഒരല്പം ചലനങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതത്ര പോസിറ്റീവെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ശനി മാറുന്നത് മിത്രക്ഷേത്രമായ വ്യാഴത്തിൻ്റെ അടുത്തേക്കാണെങ്കിലും, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണെങ്കിലും ശത്രുവായ സൂര്യൻ്റെയോട് ചേർന്നാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകും. ശത്രു നിൽക്കുന്നിടത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, അതേപോലെ തന്നെ ഗ്രഹങ്ങൾ തമ്മിലുള്ള രശ്മിബലം വ്യത്യാസപ്പെടുന്നതുകൊണ്ട് ആ ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലുമൊക്കെ. പിന്നെ ശുക്രൻ 2-ൽ നിൽക്കുന്നത് ഗുണകരമാണ്, സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ശാസ്താവിനും ശനിദേവനും വഴിപാട് ചെയ്യാൻ മറക്കണ്ട. പ്രത്യേകിച്ച് ഈ ശനി രാശി മാറുന്ന മാർച്ച് 29 മുമ്പായിട്ട് തന്നെ അത്തരം വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ശാസ്താവിന് നെയ്വിളക്കും തുളസിമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നീരാഞ്ജനം സമർപ്പിക്കുക. പിന്നെ ശാസ്ത്രമന്ത്രങ്ങൾ, ശാസ്താവിൻ്റെ അഷ്ടോത്തര ശത നാമാവലി ഒക്കെ ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ക്ഷേത്രത്തിൽ ചെന്ന് തന്നെ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ഷേത്രത്തിലെ അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിന് ഒരുപാട് പോസിറ്റീവ് വൈബ്രേഷൻസ്, വളരെ നമുക്ക് അനുകൂലമായ ഊർജം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ടത് സഹായിക്കും. അതുപോലെ തന്നെ ശനിദേവനെ പ്രാർത്ഥിക്കുമ്പം ശനീശ്വര സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ശനി ഗായത്രിയൊക്കെ മനസ്സിൽ ജപിക്കുന്നത് നല്ലതാണ്. ഒത്തിരി ഉറക്ക ജപിക്കണമെന്നില്ല, മനസ്സിൽ അത് ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഈ മീനമാസത്തിലെ 4 ശനിയാഴ്ചകളിലും നീരാഞ്ജനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കഴിയുന്ന ആൾക്കാർ അത് ചെയ്യുക. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. പൂരുരുട്ടാതി 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1/4 ഭാഗം കുംഭക്കൂറിലും അവസാന പാദം മീനക്കൂറിലുമാണ് വരുന്നത്. അതിൽ കുംഭക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് മീനം പകുതിയാകുമ്പോഴത്തേക്കും ജന്മശനി മാറും. 7.5 ശനി പൂർണ്ണമായിട്ടും മാറില്ല, പക്ഷേ ജന്മക്കൂറിൽ നിന്ന് ശനി മാറുന്നതിൻ്റെ ഗുണം കിട്ടും. നേരത്തെ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും അവർക്ക് മാറിക്കിട്ടും. നീ പറഞ്ഞ പോലെ തന്നെ മാരകമായ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർക്കും ശനിയെക്കൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ശനി അവരുടെ കുംഭക്കൂറിൻ്റെ രാശിനാഥനും അത് മൂലത്രികോണമായതുകൊണ്ട് അങ്ങനെ വലിയ ശനിദോഷം ഉണ്ടായിക്കാണാൻ ഇടയില്ല. എന്നാൽ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 12-ൽ ശനിയുടേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരിക്കുകയും ചെയ്യും. അലച്ചിലും മനപ്രയാസവും ശാരീരിക അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അവർക്ക്. കുംഭക്കൂറുകാർക്ക് അത്ര തന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ കടക്കണിയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന ഒരു മാസമാണ് ഈ മീനമാസം. ഈ ശനി മാറുന്നതോടുകൂടി കടങ്ങൾ നല്ലൊരു പരിധിവരെ വീട്ടാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ വിദേശ യാത്രായോഗം കിട്ടുന്ന കാലമാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ട് കുറേ കാലമായിട്ട് നാട്ടിൽ വരാതിരുന്നവർക്ക് അതിനും യോഗമുള്ള കാലമാണ്. എന്ന് പറഞ്ഞാൽ ആ വിദേശവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകാനായിട്ട് സാധിക്കും. വിദേശത്തു നിന്നും ധനലാഭത്തിനും യോഗമുണ്ട്. രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലായിരുന്നവർക്ക് ഈ ഒരു സമയത്ത് ശാരീരികമായ ആശ്വാസം ലഭിക്കുന്നതാണ്. അപ്പോൾ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു മാനസികമായ സപ്പോർട്ടൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ വലിയ രോഗം ബാധിച്ചവർക്ക് പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത് നല്ലതായിരിക്കും. പൂരുരുട്ടാതി 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ജന്മക്കൂറിൽ പിന്നെ സൂര്യൻ വരുന്നു ആദ്യം. സൂര്യൻ ജന്മക്കൂറിലോട്ട് വരുമ്പോൾ ഒരുപാട് അലച്ചിലുകളൊക്കെ ഉണ്ടാകും. രാഹു അവിടെ ഉണ്ട്. രാഹു ജന്മക്കൂറിൽ നിൽക്കുമ്പോൾ ധനലാഭമൊക്കെ കൊടുക്കുമെങ്കിലും മനപ്രയാസവും ഉണ്ടാക്കും. പിന്നെ ശനിയും അങ്ങോട്ട് എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു സമയത്ത് നാട് വിട്ട് മാറി നിൽക്കാനുള്ളൊരു യോഗം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നാട് വിട്ട് പോകണം എന്നില്ല. നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് നാടിനോടൊരു അകൽച്ച തോന്നുന്ന ഒരു രീതിയും ഉണ്ടാകാം. അപ്പോൾ അനുഭവങ്ങൾ പല രീതിയിലാണ് വരുന്നത്. നമ്മുടെ ജാതകത്തെ ജനന സമയത്തെ ആസ്പദമാക്കിയാണ് പ്രധാന ഫലങ്ങൾ വരുന്നത്. ഇതിപ്പോൾ ഒരു മാസത്തേക്കുള്ള തൽക്കാല ഫലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നും നാട് വിട്ട് പോയാലോ വിദേശത്തേക്ക് പോയാലോ എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ള അവസരങ്ങൾ ഒരുപക്ഷെ ഒത്തുവന്നേക്കാം. ചെലവുകൾ വർദ്ധിക്കും, പണക്ലേശം ഉണ്ടാകും. സാഹസങ്ങൾ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. വാഹനം, വൈദ്യുതി, ആയുധങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. പിന്നെ ഈ മലകയറ്റം പോലുള്ള റിസ്കി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും.
അവർ മാത്രമല്ല, ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവരും പൊതുവേ വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ഈ സമയത്ത് നല്ലൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ വാഹനം ഉപയോഗിക്കുക. ഈ ശനി മാറുന്ന സമയത്ത് കുറച്ച് പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. വലിയ ദോഷമല്ലെങ്കിലും ഈ സാഹസങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അതാണ് 12-ൽ ശനിയാണ് ആദ്യം വരുന്നത്, പിന്നെ ജന്മശനിയിലേക്ക് വരുന്നു. രാഹു ജന്മക്കൂറ് നിൽക്കുന്നു, അത് പുറകോട്ട് സഞ്ചരിക്കുന്നു. പിന്നെ ബുദ്ധിപൂർവമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ബുധൻ നീചത്തിൽ നിൽക്കുന്നത് 2-ലാണെങ്കിൽ പോലും, 2-ാം ഭാവത്തിലാണെങ്കിൽ പോലും കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബുധൻ നീചരാശിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വാക്കിന് പിഴവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചേക്കാം. അത് സുഹൃത്ത് ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലുമൊക്കെ വിള്ളലുകൾ വീഴ്ത്താനുള്ളൊരു സാധ്യത ഉണ്ട്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മക്കൂറിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ ബുധൻ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. ഈ 1-ാം ഭാവത്തിലെ ബുധൻ എന്ന് പറയുന്നത് അത് നീചത്തിലും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് വലിയ ഒരു ഗുണം ഉണ്ടാകുന്നില്ല. പഠനത്തിലുമൊക്കെ ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുധൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെങ്കിലും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല. ദുഃഖാനുഭവങ്ങൾ പലതിനും സാധ്യതയും ഉണ്ട്. ഈ അമിത ചെലവൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ധനപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കടം വീട്ടാൻ പറ്റിയ ഒരു സമയമാണ് ഈ ശനിമാറ്റത്തിൻ്റെ സമയം. കടം വീട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം തെളിയും. അപ്പോൾ ആ ഒരു സമയത്ത് അധിക ചെലവ് വരുത്തി വെക്കാതിരിക്കാമെങ്കിൽ കുറേയെങ്കിലും കടങ്ങൾ നമുക്ക് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും കടം വീട്ടിക്കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥയുമുണ്ട്. നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ പറ്റാതെ വരും. നമ്മുടെ കുറ്റം കൊണ്ടല്ല, പല പല സാഹചര്യങ്ങൾ ചുറ്റുപാടും അങ്ങനെ വരുന്നത് കൊണ്ടാണ് വാക്കുകൾ പാലിക്കാൻ സാധിക്കാതെ വരുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് കഴിയുന്നത്ര നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അത് വാക്കും പ്രവൃത്തിയൊക്കെ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി പൂരുട്ടാതിക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ വിഷ്ണുപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും അനുഷ്ഠിക്കേണ്ടത്. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തുളസിമാലയോ നെയ്വിളക്കൊക്കെ സമർപ്പിക്കാം, പാൽപ്പായസം സമർപ്പിക്കാം. അപ്പം വഴിപാട്, അട വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ അതും സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യം എന്താണ് എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള സമർപ്പണങ്ങൾ ചെയ്യുക. പിന്നെ വെണ്ണ സമർപ്പിക്കാം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ സമർപ്പിക്കുന്നതും നല്ലതാണ്. പിന്നെ ബുധദശയോ ശുക്രദശയോ ചന്ദ്രദശയോ ആണിപ്പോൾ ഉള്ളതെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ കൃഷ്ണൻ്റെയോ വരാഹമൂർത്തി അല്ലെങ്കിൽ നരസിംഹമൂർത്തി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് പ്രാർത്ഥിക്കണം. കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിൽ തൃക്കൈവെണ്ണ എന്ന് പറയുന്ന വഴിപാട് കൊടുക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതലും നല്ലതാണ്. പഠനത്തിലൊക്കെ നല്ല മികവുണ്ടാകാൻ അത് നല്ലതാണ്. ബുധൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാനും ഈ തൃക്കൈവെണ്ണ വഴിപാട് ഈ സമയത്ത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അത് പറഞ്ഞല്ലോ. അത് ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശനി മാറുന്ന സമയത്ത് ശനിദേവനും ശാസ്താവിനും വഴിപാട് ചെയ്യണം. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു സമയത്ത് മനസ്സിനെ ഉലയ്ക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ട് പൂരുട്ടാതിക്കാരതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി തുടങ്ങുകയാണ്. ഇതുവരെ 7.5 ശനിയുടെ ആരംഭകാലം ആയിരുന്നു. ആദ്യത്തെ 2.5 വർഷമായിരുന്നു. ഇനിയിപ്പോൾ ജന്മക്കൂറിലേക്ക് ശനി വരാൻ പോവുകയാണ്. അതിൻ്റേതായ ലക്ഷണങ്ങൾ മാസത്തിൻ്റെ ആദ്യം മുതൽ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങും. പിന്നെ രാഹു ഉത്രട്ടാതിയിൽ നിന്നും പുറകോട്ട് നീങ്ങുന്നു എന്നുള്ളത് ഒരല്പം ആശ്വാസം ലഭിക്കും. ജന്മനക്ഷത്രത്തിൽ നിന്ന് പുറകോട്ട് നീങ്ങും, പക്ഷേ ജന്മക്കൂറിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായ ദോഷപരിഹാരമാകുന്നില്ല. എങ്കിൽ പോലും ഒരു സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ ഒരു നിശ്ചലത ഉണ്ടായിരുന്നത് മാറിയിട്ട് ജീവിതം നന്നായിട്ട് ചലിച്ചു തുടങ്ങും. പിന്നെ ഈ മീനക്കൂറിൽ ഒരു പ്രത്യേകത എന്താണ്? ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതിൻ്റെ ഗുണമുണ്ടെങ്കിലും ബുധൻ നീചത്തിലാണ്. വിഷഗ്രഹമായ രാഹു അവിടെയുണ്ട്, പാപഗ്രഹമാണ്. പിന്നെ 4-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, അതായത് കുടുംബത്തിൻ്റെ ഭാവത്തിൽ. ശനി മീനക്കൂറിലേക്ക് എത്തിച്ചേർന്ന് ജന്മശനി സംഭവിക്കുന്നു. ഈ പറഞ്ഞ പല പല പ്രശ്നങ്ങൾ ഈ സമയത്ത് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ 7-ൽ കേതുവുണ്ട്. കേതുവിൻ്റെ ദൃഷ്ടിക്ക് അകത്താണ് നിൽക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഈ ഗ്രഹങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നു. ബുധന് നീചവും സംഭവിക്കുന്നു. നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് പല പല പ്രയാസങ്ങൾ അനുഭവപ്പെടും. വളരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം, മറ്റുള്ളവരൊന്നും നമ്മളെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊന്നും ശരിയാകുന്നില്ല എന്ന് സ്വയം തോന്നുന്ന ഒരു മനപ്രയാസത്തിൻ്റെ അവസ്ഥയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് വിട്ട് അല്പം ദൂരെ പോയി താമസിക്കേണ്ടി വരിക, റെഗുലറായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താനോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനൊന്നും പറ്റാത്ത ജോലികളിൽ പോയി ഏർപ്പെടുക. ഇങ്ങനെയാണ് പ്രയാസങ്ങളുണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയ്ക്ക് പാത്രമാവുക, തെറ്റിദ്ധാരണയ്ക്ക് ഇരയാകുക. നമ്മൾ ശരിക്കും തെറ്റ് ചെയ്യാതെ തന്നെ നമ്മളുടെ മേലെ ആരോപണങ്ങളുണ്ടാകുക. അപ്പോൾ അതും ഒരുതരം ഒറ്റപ്പെടുത്തലാണ്. തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ ഇടയ്ക്കുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രോഗാദി ക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ മുതൽ മുടക്കിയുള്ള ബിസിനസ്സുകൾ ഈ മാസം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ജോലി മാറാനായിട്ട് ഈ മാസം ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല. നിലവിലുള്ള ജോലി തന്നെ കഴിയുന്നത്ര തുടർന്നുകൊണ്ട് പോകുന്നതാണ് ഈ മാസം നല്ലത്. നമുക്ക് വിഷുവൊക്കെ കഴിഞ്ഞിട്ട് മാറ്റത്തിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഒത്തു വന്നിട്ട് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറിയാൽ മതി. ദാമ്പത്യത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിട്ടുവീഴ്ചയോടുകൂടി മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ട് നല്ല ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ജന്മശനി വരുന്നത് കൊണ്ട് തന്നെ, അതുപോലെ 4-ൽ ചൊവ്വയും സഞ്ചരിക്കുന്നത് കൊണ്ട് ഇരുചക്രവാഹനം ഉപയോഗിക്കുമ്പോഴും അതുപോലെ ഊഞ്ഞാലിൽ കയറി ആടുക, ആയുധങ്ങൾ ഉപയോഗിക്കുക, മരം വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വെൽഡിങ് പോലുള്ള ജോലികൾ ചെയ്യുന്നവരും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി കൊണ്ടും ചൂട് കൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, വെൽഡിങ് എന്ന് പറയുന്നത് വെൽഡിങ്, ഇടിമിന്നൽ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൈദ്യുതി ഉയർന്ന വോൾട്ടേജിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഭീഷണിപ്പെടുത്തുക ജ്യോതിഷം എന്നൊന്നും പറയരുത്. സൂക്ഷിക്കേണ്ട ഒരു സമയം എന്നുള്ളത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഭയപ്പെട്ടല്ല ജീവിക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം എപ്പോഴും നമുക്ക് നന്മയ്ക്കുള്ളതേ വരൂ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം നന്മയ്ക്കുള്ളതേ വരുള്ളൂ. എങ്കിലും ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സൂചന തരുന്ന ശാസ്ത്രമായതുകൊണ്ട് ഈ സമയത്തുള്ള ഒരു സാധ്യതയെപ്പറ്റി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എത്ര വിഷമിച്ച് നിൽക്കുമ്പോഴും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വന്നു ചേരും എന്നൊരു പ്രത്യേകതയും ഈ മാസത്തിലുണ്ട്. ഇപ്പം നമുക്ക് ഒട്ടും കൈ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ എങ്കിലും ഒരു ബന്ധുവോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവും. തിരിച്ചു കൊടുക്കേണ്ട വരും, നമ്മുടെ കയ്യിലുണ്ടാകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും. എങ്കിലും തൽക്കാലത്തേക്ക് നമുക്ക് പെട്ടെന്നൊരാവശ്യം സാധിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വണ്ടിക്കൊരു റിപ്പയർ വന്നു, ഉടൻ തന്നെ ആരെങ്കിലും സഹായിക്കും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോകണം, അപ്പം നമുക്ക് ആ സ്ഥലം പറഞ്ഞു തന്ന് ആരെങ്കിലും സഹായിക്കും. ആ രീതിയിൽ നമുക്ക് ചെറുതും വലുതുമായ സഹായങ്ങളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വയം സമാധാനത്തോടു കൂടി ജീവിക്കുക. എപ്പോഴും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറുക. പിന്നെ പറ്റുമെങ്കിൽ അന്നദാനം പോലുള്ള എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഈ സമയത്ത്. ഈ ദോഷഫലങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മനസ്സിൻ്റെ പിരിമുറുക്കമൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടത് സഹായിക്കും. അപ്പോൾ ഒരു വലിയ ദോഷകരം അല്ല ഉത്രട്ടാതി എങ്കിലും ഈ പറഞ്ഞ പാപഗ്രഹങ്ങളെല്ലാം കൂടെ മീനൻ രാശിയിലേക്ക് ഒന്നിച്ച് സംഗമിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. അതൊന്ന് കരുതി മുന്നോട്ട് പോവുക ഈ ഒരു മാസം. ഇനി വഴിപാടുകളെപ്പറ്റി നമ്മൾ നോക്കുമ്പം ഉത്രട്ടാതിക്കാർ ചെയ്യേണ്ടത് വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ പ്രധാനമായിട്ടും ചെയ്യണം. കാരണം മീനക്കൂറിൻ്റെ നാഥൻ അല്ലെങ്കിൽ മീനൻ രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു ഭഗവാനെ നിത്യേന പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമമൊക്കെ അറിയാമെങ്കിൽ എന്ന് അത് ചൊല്ലുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ വിഷ്ണു സ്തോത്രങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ്. നവഗ്രഹ സ്തോത്രങ്ങളിലെ വ്യാഴ സ്തോത്രം രാവിലെയും വൈകിട്ടും ജപിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ദർശനം നടത്തുക. കൈ പൈസ ഉണ്ടെങ്കിൽ വഴിപാട് എന്തെങ്കിലും കൊടുക്കുക. അതുപോലെ തന്നെ സൂര്യദശ, കുജദശ, കേതുർദശ കാലഘട്ടമാണ് എങ്കിൽ ദോഷപരിഹാരം കൃത്യമായിട്ട് ചെയ്യണം. മറ്റൊന്ന്, ജന്മശനിയുടെ തുടക്കമായതുകൊണ്ട് ശാസ്താവിന് നീരാജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യണം. ശാസ്താവിനൊരു എള്ളു പായസം കൂടെ സമർപ്പിക്കണം ഈ മാസം. പക്കപ്പിറന്നാൾ ദിവസം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ജോലിക്ക് ശ്രമിക്കുന്നവർ
അതുപോലെ തന്നെ കുടുംബത്തിൽ സ്വസ്ഥത കുറവുള്ളവരൊക്കെ ശാസ്താവിന് ഈ സമയത്ത് പ്രത്യേകം വഴിപാട് ചെയ്യണം. ഹനുമാൻ സ്വാമിക്കും കൂടെ വെറ്റിലമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. ജോലി കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. തടസ്സം മാറി ജോലി കിട്ടും. ഇൻ്റർവ്യൂവിന് പോകുന്നവരും അതൊന്ന് ചെയ്യുക. ഗണപതി ഭഗവാന് എന്തെങ്കിലും ഒരു വഴിപാട്, കറുകമാലയോ അപ്പമോ അടയോ എന്തെങ്കിലും ഒന്ന് നേദിച്ചിട്ട് പോവുക. അത് ജോലി തേടി പോകുന്നവർ, അതായത് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരും ഇൻ്റർവ്യൂവിന് പോകുന്നവരുമാണ് പ്രത്യേകമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് ചെയ്യുക. പിന്നെ പൂയം, ഉത്രട്ടാതി, അനിഴം, അതായത് ഉത്രട്ടാതിയും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് ചെയ്യുക. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ മഹാദേവന് ഒരു കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കൂവളത്തില കൊണ്ടുള്ള ത്രയംബക പുഷ്പാഞ്ജലി ചെയ്യുന്നത് നമ്മുടെ അസുഖങ്ങൾ മാറാനായിട്ട് വളരെ ഗുണകരമാണ്. അത്രയേ ഉള്ളൂ ഉത്രട്ടാതിക്കാരുടെ ഫലം. അടുത്തത് രേവതി നക്ഷത്രമാണ്. രാശിചക്രത്തിലെ ഏറ്റവും അവസാനം വരുന്ന നക്ഷത്രമാണ് രേവതി. രേവതി നക്ഷത്രം എന്ന് പറയുന്നത് ഐശ്വര്യപൂർണ്ണമായ നക്ഷത്രമാണ്. പക്ഷേ ഈ ഒരു മാസം, ഈ കൊല്ലവർഷം 1200 മീനമാസം എന്ന് പറയുന്നത് അത്ര ഗുണകരമാണെന്ന് പറഞ്ഞുകൂടാ. കാര്യം ഒരുപാട് ഗ്രഹങ്ങൾ, അതും 3 പാപഗ്രഹങ്ങൾ ഒന്നിച്ച് ചേരുന്ന സമയം. 4മതൊരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി അങ്ങോട്ട് വരുന്നു. കൊള്ളാവുന്ന ഒരു ശുഭഗ്രഹമുള്ളത് നീചത്തിലാണ് നിൽക്കുന്നത്. പിന്നെ പോയിട്ട് ശുക്രൻ മാത്രമാണ് ശക്തനായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകും? കർമ്മരംഗത്ത് പല രീതിയിലുള്ള അവ്യക്തതകൾ ഈ മാസം ഉണ്ടാകും. കർമ്മരംഗം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ, എന്തായിരിക്കും ഭാവി, ഇനി ഈ മേഖല വിട്ട് വേറൊന്നിലോട്ട് പോകണോ, ഇങ്ങനെ ആശങ്കകളുടെ ഒരു പെരുമഴയായിരിക്കും ഉള്ളിലുണ്ടാകുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയമാണ്. ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കാൻ വിഷമിക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഈ ഉപദേശം തരുന്ന കുറേ ആൾക്കാർ കാണും, സഹപ്രവർത്തകരോ ബന്ധുക്കളോ ഒക്കെ. അവർക്കൊന്നും കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം നൽകാനായിട്ട് സാധിക്കുകയില്ല. നീ ആ ബിസിനസ് ചെയ്തോടാ, ഈ ബിസിനസ് ചെയ്തോടാന്നൊക്കെ അങ്ങ് പറയും വാക്കാൽ. പക്ഷേ ഇതൊന്നും പ്രായോഗികമായിട്ട് ചെയ്യാൻ, ഒരു ഹെൽപ്പും ചെയ്യാൻ അവർക്ക് ശേഷി ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മളാകെ കൺഫ്യൂഷനിലാവും. നമ്മൾ പോയി ബിസിനസ് ചെയ്താൽ ആരാണ് ഗൈഡൻസ് തരുന്നത്? അപ്പോൾ ആ ഒരു പ്രയാസം രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നമ്മുടെ ജോലിയിൽ മറ്റുള്ളവർ വന്ന് ഇടപെടുന്ന പ്രയാസം പിടിച്ച ഒരു ബുദ്ധിമുട്ടുണ്ട്. മേലധികാരിയാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും നമ്മുടെ ജോലിയിൽ അഭിപ്രായം പറയാൻ വേണ്ടി വേറെ ചില ആൾക്കാർ വന്ന് കയറുക. ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകാം. അവിടെ തർക്കങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മനസ്സംഘർഷം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ നയപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജോലി എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. ദൈവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ജോലി അതിന് പൂർണ്ണ ആത്മാർത്ഥത പുലർത്തി ചെയ്യണം. പക്ഷേ എന്ന് വിചാരിച്ച് മേലധികാരിയെ നമുക്ക് ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് വിരട്ടി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതും നമ്മുടെ ജോലിയിലെ കടമയിൽ പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മുടെ ഉള്ളിലോട്ട് സംഘർഷങ്ങൾ വലിച്ചു കയറ്റാതിരിക്കുന്നതാണ് ബുദ്ധി. നമ്മുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയുക. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇതാണ് ഗുണകരം എന്ന് പറയുക. അതല്ല ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നിർബന്ധമായിട്ട് ആജ്ഞാപിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അതിൻ്റെ കോൺസിക്വൻസ്, അനന്തരഫലങ്ങൾ ആ മുതലാളി അല്ലെങ്കിൽ ആ ഒരു തൊഴിലുടമയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ആ കർമ്മഫലം അയാൾക്ക് വിട്ടുകൊടുത്തേക്കുക. നമ്മളത് ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കേണ്ടതാണ്. നല്ല പ്രാർത്ഥനയോടെ മാത്രമേ തീരുമാനം എടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ കുറച്ച് സംഘർഷങ്ങളൊക്കെ കുടുംബപരമായിട്ടുണ്ടാകാം. 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിൻ്റെ പ്രയാസങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ചിലപ്പം നിയമപരമായിട്ട് ചില ബന്ധുക്കൾ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിയമപ്രശ്നങ്ങളുമായിട്ട് കേതുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ടും രാഹു പുറകോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടും. പക്ഷേ ജന്മ നക്ഷത്രത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ തോതിലായിരിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ പൈതൃക സ്വത്ത് നമ്മൾ വിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരകന്ന ബന്ധു പറയുന്നു, എനിക്കും കൂടെ അത് മുമ്പ് തരാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ രേഖകളൊന്നും കാണുകയില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തെങ്കിലും കൊടുക്കണോ, അയാൾക്ക് എന്തിനാണ് കൊടുക്കുന്നത്, ഇങ്ങനെ 2 തരത്തിൽ മനസ്സിൽ അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ അത്തരം രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പിന്നെ സാഹിത്യ രംഗത്തും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. അവർക്ക് നല്ല പ്രശസ്തിയും അംഗീകാരമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂകളിലും ഒക്കെ നന്നായിട്ട് ശോഭിക്കാനും ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യതയും ഉണ്ട്.
പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ ജന്മശനി തുടങ്ങുന്ന ഒരു സമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇരുചക്ര വാഹനങ്ങൾ, വൈദ്യുതി, അതുപോലെ തന്നെ ആയുധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. ചൂട് ഉള്ള സാധനങ്ങളൊക്കെ, ചൂടുവെള്ളവും അതുപോലെ ഈ രാസവസ്തുക്കളുണ്ടല്ലോ, കെമിക്കൽസ്, ആസിഡ്, ആൽക്കലി പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. യന്ത്രോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നല്ല ഭാഷ ഉപയോഗിച്ച് നല്ല രീതിയിൽ മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ മീനക്കൂറിൽപ്പെട്ട ഉത്തരട്ടാതിക്കാരും രേവതിക്കാരും ഈ മാസം വലിയ തമാശകളൊന്നും പറയാൻ പോകാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ ജന്മശനി തുടങ്ങുന്ന സമയത്ത് പല രീതിയിൽ നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ എടുത്തു വെച്ച് അപഗ്രഥിച്ച് നമുക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് നേരിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതി പലപ്പോഴും സുഹൃത്തുക്കളുമായിട്ടൊക്കെ തമാശകൾ പറയാറുണ്ട്. ആ തമാശകൾ ഈ സമയത്ത് ചിലപ്പം ഗുണകരമായിട്ട് വരണമെന്നില്ല, ചില ദോഷകരമായിട്ടും വന്നേക്കാം. അതുകൊണ്ട് കൂടുതൽ തമാശയ്ക്കൊന്നും പോകാതെ ഡയറക്റ്റായിട്ട് കാര്യം പറയുക, ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. വലിയ സംഘർഷങ്ങളില്ലാതെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കൃത്യമായിട്ട് അവർ പ്രാർത്ഥിക്കണം. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വെണ്ണ സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. അർച്ചന സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമൊക്കെ അർച്ചനകൾ സമർപ്പിച്ചാൽ നല്ലതാണ്. ശ്രീകൃഷ്ണ സ്തോത്രങ്ങൾ, നാരായണീയം പോലുള്ള സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. നാരായണീയം പോലുള്ള കാവ്യങ്ങളുടെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അത് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഭാഗവതം വായിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ കഥകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ചയും രേവതിയും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മുടെ സാമ്പത്തിക ശേഷിക്കൊത്ത വഴിപാടുകൾ മാത്രം ചെയ്താൽ മതി. നല്ല സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഒരു പാൽപ്പായസം സമർപ്പിക്കുക, നല്ലതാണ്, വളരെ ഗുണകരമാണ്. സാമ്പത്തിക ശേഷി വളരെ കുറവാണെങ്കിൽ ഒരു നെയ്വിളക്ക്, ഒരു തുളസിമാലയും കൂടെ സമർപ്പിക്കുക. ധാരാളം മതി. നമ്മുടെ കാര്യങ്ങൾ ഭഗവാൻ കൃത്യമായിട്ട് സാധിച്ചു തരും. ശുക്രദശയോ രാഹുർദശയോ ചന്ദ്രദശയോ ആണ് ഇപ്പോഴെങ്കിൽ കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തണം. ബുധനാഴ്ചകളിൽ പ്രത്യേകിച്ചും. അതുപോലെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. ശനി മാറുന്ന സമയത്ത് ശനി ഭഗവാനും ശാസ്താവിനും വഴിപാടുകൾ ചെയ്യണം. ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്നത് ഈ സമയത്ത് ഗുണകരമാണ്. മഹാദേവന് ധാര വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ മാനസികമായ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ധാര വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അമിതമായ കോപം അനുഭവപ്പെടുന്നവരും ശിവന് ധാര കൊടുത്താൽ ആ കോപം നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കും. പിന്നെ ഭക്ഷണ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. രേവതി നക്ഷത്രക്കാർ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. അതുപോലെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് വൃത്തിയായിട്ട് തന്നെ ആഹാരം കഴിക്കുക. അതായത് പഴകിയ ഭക്ഷണം, തുറന്നു വെച്ച ഭക്ഷണം, ഇതൊക്കെ കഴിച്ചാൽ വയറിന് അസുഖം വരാനുള്ള സാധ്യത പ്രത്യേകമായിട്ട് ഈ മാസം ഉണ്ട്. പിന്നെ അമിതമായിട്ട് വെയിൽ കൊള്ളുക, അമിതമായിട്ട് ശാരീരിക അധ്വാനം ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് രോഗസാധ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ഒരു മാസം ഇത്രയൊക്കെ കാര്യങ്ങൾ കെയർ ചെയ്യുക. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. ബന്ധുക്കളുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മാത്രം സംസാരിക്കുക. സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകാനൊക്കെ യോഗമുണ്ട്. ആത്മീയ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക അവസരങ്ങളൊക്കെ. അപ്പം ഇതാണ് ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 4 നക്ഷത്രക്കാരുടെ സാമാന്യമായ ഒരു മാസത്തെ ഫലം. ഇതോടൊപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുക. പിന്നെ ഈ 4 നക്ഷത്രക്കാർക്കും ലക്ഷ്മി ദേവിക്ക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു ലക്ഷ്മി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണ്. നിങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടാനായിട്ട് അത് വളരെ ഗുണകരമാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കുന്നു. നേരത്തെ പേരും നക്ഷത്രമൊക്കെ അയച്ചു തന്ന എല്ലാവരുടെയും പേരിൽ
ഇപ്പോഴും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജ്യോതിഷം ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഈ ജ്യോതിഷ പ്രവചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഭയപ്പെട്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. ആലോചിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കെയർ എടുക്കണം എന്നുള്ള അറിയിപ്പ് മാത്രമായിട്ട് കരുതിയാൽ മതി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.